Hi viewers, this is the continuation of the previous class on identifying variables. Now we are going to discuss about intervening variables. Intervening variables. Already discussed about independent variables, dependent variables and extraneous variables. Intervening variables also affect research. An intervening variable is that occurs between the independent and dependent variables. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നിങ്ങൾ പഠിച്ചതാണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെയും ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതെന്താണെന്ന് നോക്കാം. It is caused by the independent variable and itself a cause of the dependent variable. യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് ഇൻ്റർവെനിങ് വേരിയബിൾ. അതുമാത്രവുമല്ല, ആ ഇൻ്റർവെനിങ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് കാരണമാകുകയും ചെയ്യും. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നിന്നുമാണ് ഇൻ്റർവെനിങ് വേരിയബിൾ ഫോം ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോം ചെയ്യുവാൻ ഇത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് വിത്ത് ആൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഹയർ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ഹയർ ഇൻകം. ഹിയർ ഹയർ എഡ്യൂക്കേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് and higher income is dependent variable. Here occupation is an intervening variable between higher education and higher income because it is casually affected by education and itself affects income. എക്സാമ്പിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹയർ എഡ്യൂക്കേഷൻ ഹയർ ഇൻകത്തിലേക്ക് ഉള്ള ഒരു കാരണമാണ്. ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആകുകയാണെങ്കിൽ കൂടുതൽ ഉയർന്ന രീതിയിലുള്ളൊരു ജോലി കിട്ടും. നമ്മളൊരു അസംഷനിലാണിത് പറയുന്നത്. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഹയർ ഇൻകം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. എന്തുകൊണ്ടാണത്? ഇൻകം ഇവിടെ ഹയർ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ ഹയർ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഹയർ ഇൻകം ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണെന്ന് പറയുന്നത്. ഹിയർ ഒക്യുപ്പേഷൻ ഈസ് ആൻ ഇൻ്റർവെനിങ് വേരിയബിൾ. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഉയർന്ന ശമ്പളം കിട്ടുകയില്ല. ഉയർന്ന വിദ്യാഭ്യാസത്തിൽ നിന്നും ഉയർന്ന ജോലി ലഭിക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നിന്നുമാണ് ഇൻ്റർവെനിങ് വേരിയബിൾ ഫോം ചെയ്യുന്നത്. ഇനി അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് കാരണമാകുന്നു. ആ ഉയർന്ന ജോലി ഉയർന്ന വരുമാനത്തിന് കാരണമാകുന്നു. ഇവിടെ ഒക്യുപ്പേഷനാണ് അപ്പോൾ ഇൻ്റർവെനിങ് വേരിയബിളായിട്ട് മാറുന്നത്. ഹിയർ ഒക്യുപ്പേഷൻ ഈസ് ദ ഇൻ്റർവെനിങ് വേരിയബിൾ ബിറ്റ്വീൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ ഇൻകം because it is casually affected by education and itself affects income. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയും ആ ഇൻ്റർവെനിങ് വേരിയബിൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും ഉണ്ടായതാണ്. അതായത് ഒക്യുപ്പേഷൻ. അത് മാത്രവുമല്ല, സ്വാഭാവികമായിട്ടും അത് ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ, ഉയർന്ന ജോലി ഉണ്ടെങ്കിൽ ഉയർന്ന വരുമാനം കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനിൽ നിന്നും ഒക്യുപ്പേഷൻ ഉണ്ടാകുന്നു, ഒക്യുപ്പേഷനിൽ നിന്ന് ഇൻകം ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻ്റർവെനിങ് വേരിയബിൾ ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർവെനിങ് വേരിയബിൾ ഈസ് caused by the independent variable and it itself is a cause of the dependent variable.
എന്ന് പറഞ്ഞാൽ ഒക്കുപേഷൻ എന്ന് പറയുന്ന ഇൻ്റർവെനിങ് വേരിയബിൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുമാണ് ഫോം ചെയ്തത്. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ഹയർ ഇൻകത്തിലേക്ക് ഉള്ളൊരു കാരണവും കൂടെയാണ് ഒക്കുപേഷൻ എന്ന ഇൻ്റർവെനിങ് വേരിയബിൾ. An intervening variable is there when independent variable starts to influence the dependent variable. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ ക്ലിയർ ആണ്. എപ്പോഴാണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് ഇൻ്റർവെനിങ് വേരിയബിൾ ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഹയർ എഡ്യൂക്കേഷൻ നേടിയ ഒരു വ്യക്തി ഹയർ ഇൻകം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഹയർ ഇൻകത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അതിൽ നിന്നുമാണ് ഒക്കുപേഷൻ എന്ന് പറയുന്ന ഇൻ്റർവെനിങ് വേരിയബിൾ ഉണ്ടാകുന്നത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ജോലി നേടിയാണ് ഹയർ ഇൻകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇൻ്റർവെനിങ് വേരിയബിൾ ഉണ്ടാകുന്നത്. അതാണ് ഇൻ്റർവെനിങ് വേരിയബിൾ ഈസ് ദെയർ വെൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്റ്റാർട്ട്സ് ടു ഇൻഫ്ലുവൻസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴാണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് അവിടെ ഇൻ്റർവെനിങ് വേരിയബിൾ ഫോം ചെയ്യുന്നത്. ഇനി മറ്റു ചില ഇൻ്റർവെനിങ് വേരിയബിൾസ് കൂടെയുണ്ട്. ചില ഇൻ്റർവെനിങ് വേരിയബിൾസ് റിസർച്ചിനെ ഓൾട്ടർ ചെയ്യും. ചില പഠനത്തിനെ തന്നെയും സ്വാധീനിക്കുന്ന ചില ഇൻ്റർവെനിങ് വേരിയബിൾസ് ഉണ്ട്. An intervening variable can alter the results of the research. These variables are very difficult to be controlled. അത്തരം ഇൻ്റർവെനിങ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുവാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഏതൊക്കെ വേരിയബിൾസാണ്, അതിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം. അത്തരത്തിൽ റിസർച്ചിനെ തന്നെ ഓൾട്ടർ ചെയ്യുന്ന, റിസർച്ചിൽ തന്നെയും ഒരു മാറ്റം വരുത്തുന്ന ഇൻ്റർവെനിങ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോട്ടിവേഷൻ, ടയർഡ്നെസ്, ബോർഡം, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് ചെയ്യുന്ന വ്യക്തിയുടെ മോട്ടിവേഷൻ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ റെസ്പോണ്ടൻസിൻ്റെ മോട്ടിവേഷൻ, ഇതൊക്കെ ആ പഠനത്തിനെ സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. അതുപോലെ ടയർഡ്നെസ്, ദെൻ ബോർഡം എന്ന് വെച്ചാൽ ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെയും ആ റിസർച്ചിനെ ഓൾട്ടർ ചെയ്യും. റിസർച്ചിൻ്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ ആ പഠനത്തിനകത്തെ രീതിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്, മാറ്റം വരുത്തുന്ന ചില ഫാക്ടേഴ്സാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇൻ്റർവെനിങ് വേരിയബിൾ?